أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفبعذابنا يستعجلون أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون وما أهلكنا من قرية إلا لها منذرون ذكرى وما كنا ظالمين وما تنزلت به الشياطين وما ينبغي لهم وما يستطيعون إنهم عن السمع لمعزولون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1258 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 204 മുതൽ 212 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫബിഅദാബിനാ യസ്തഅജിലൂൻ അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون وما أهلكنا من قرية إلا لها منذرون ذكرى وما كنا ظالمين وما تنزلت به الشياطين وما ينبغي لهم وما يستطيعون إنهم عن السمع لمعزولون صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 204 മുതൽ 212 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ശുഅറയുടെ അവസാന ഭാഗത്തെ വളരെയേറെ സാരസമ്പുഷ്ടതയുള്ള ആയാത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രപഞ്ചങ്ങളുടെ നാഥനിൽ നിന്നുള്ള, പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശമാണ്. അത് ഏറ്റവും വിശ്വസ്തനായ ആത്മാവ് മലക്ക് ജിബ്രീൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് അതുമായി ഇറങ്ങിയിരിക്കുകയാണ്. താങ്കള് താക്കീതുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. അത് അറബി ഭാഷയിലുള്ള എളിമയുള്ള സന്ദേശമാണ്. പൂർവിക വേദങ്ങളില് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ വേദപാണ്ഡിത്യമുള്ള ആളുകൾ ഈ ആയാത്തുകളെ ദൈവിക സന്ദേശമായി തിരിച്ചറിയുകയുണ്ടായി എന്നത് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആളുകൾക്ക് മതിയായ ഒരു സാക്ഷ്യമല്ലേ, ഒരു തെളിവല്ലേ എന്നാണ് അള്ളാഹു
നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് ഉന്നയിക്കുകയുണ്ടായ ഒരു ചോദ്യം, വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅജമീൻ, ചില അനറബികളായ ആളുകൾക്കായിരുന്നു നാം ഇത് അവതരിപ്പിച്ചു കൊടുത്തിരുന്നത്, എന്നിട്ട് ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി യുഅ്മിനൂൻ മാ കാനൂ ബിഹി മുഅ്മിനീൻ, അങ്ങനെ അറബി അറിയാത്തവര് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ശേഷം ഇവരെ ഓതി കേൾപ്പിക്കുകയായിരുന്നുവെങ്കിലും ഇവര് വിശ്വസിക്കുമായിരുന്നില്ല. ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒഴിഞ്ഞു മാറി. ഇപ്പോ അറബി അറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കേൾപ്പിച്ചപ്പോ അവര് പറയുന്നത്, ഇത് ഇയാൾ ചമച്ചുണ്ടാക്കിയ കവിതയാണ്, ഇയാൾക്ക് ജിന്ന് സേവയുണ്ട്, ജിന്നിന്റെ സഹായത്തോടു കൂടി ഇയാൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ്. ഈ വിശുദ്ധ ഖുർആൻ കുറ്റവാളികളായ ആളുകളുടെ ഹൃദയത്തിൽ പറയത്തക്ക ചലനമൊന്നും സൃഷ്ടിക്കുകയില്ല. അത് അവരുടെ ഹൃദയത്തിലൂടെ അങ്ങ് തുളച്ചു കയറി കടന്നു പോകും എന്നേ ഉള്ളൂ. ഒരറ്റത്തൂടെ തുളച്ചു കയറി മറ്റേ ഭാഗത്തൂടെ അങ്ങ് പുറത്തേക്ക് പോകും. അത് അവരിലൊരു സ്വാധീനവും ഉണ്ടാക്കുന്നതല്ല. ശിക്ഷ കൺമുന്നിൽ കാണാൻ അവസരം ഉണ്ടാകുന്നത് വരെ അവരാരും വിശ്വസിക്കാനും പോകുന്നില്ല. അങ്ങനെ വളരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി ശിക്ഷ എത്തി ചേരുമ്പോൾ അവരൊട്ടും കാത്തിരിക്കാതെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഘട്ടത്തില് അത് സംഭവിക്കുമ്പോൾ അവര് പറയുക അൽ നഹ്നു മുൻളറൂൻ എന്നാണ്. നമുക്കൊരൽപ്പം സാവകാശം നൽകപ്പെടുമോ എന്നതാണ് വിലപിച്ചുകൊണ്ട് അവര് പറയുക എന്നാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ശിക്ഷ കൺമുന്നിൽ കാണുമ്പോൾ അവർക്ക് ബോധ്യമാകും, അതുവരെ ബോധ്യമാവുകയില്ല. ശിക്ഷ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവര് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന ബോധ്യത്തോടു കൂടി വലിയൊരു തിരിച്ചറിവോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യം, അൽ നഹ്നു മുൻളറൂൻ, നമുക്കൊരു അല്പം കൂടി സമയം നീട്ടി നൽകപ്പെടുമോ എന്നതാണ്. ആ സമയം പ്രയോജനപ്പെടുത്താനായിട്ട് എന്നതാണ് അവരുടെ ചോദ്യം. ഈ ഒരു കാര്യം പരാമർശിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ 204 ആയത്ത് മുതൽ ഒരല്പം ഇടവേള, ഒരു ചെറിയ ബ്രേക്ക് ഇതിനിടക്ക് ഉണ്ട് എന്നത് ആ വിഷയവുമായി നമ്മൾ ഇടപഴകുമ്പോൾ കാണാൻ സാധിക്കും. അൽ നഹ്നു മുൻളറൂൻ എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു സംഗതിയല്ല പിന്നീട് വരുന്നത്. അവരുടെ നിഷേധ നിലപാടുകളെ കുറിച്ച് അള്ളാഹു മറ്റൊരു കാര്യം, അവരുടെ ധാർഷ്ട്യത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയും, അഫബി അദാബിന യസ്തഅജിലൂൻ, വസ്തുത ഇതാണെന്നിരിക്കെ നമ്മുടെ ശിക്ഷ ധൃതിയിൽ വരണമെന്നാണോ ഇവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശിക്ഷ വന്നു ചേരണമെന്ന് ധൃതിപ്പെടുകയാണോ ഇവര് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫബി അദാബിന യസ്തഅജിലൂൻ, നമ്മുടെ ശിക്ഷ വന്നു ചേരാൻ വേണ്ടിയാണോ ഇവര് ധൃതിപ്പെടുന്നത് എന്നതാണ്, ഇവര് അജലത്ത് കാണിക്കുന്നത് എന്നതാണ് ചോദിക്കുന്ന ചോദ്യം. ഇതിന്റെ ഒരു പശ്ചാത്തലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുകയോ അദ്ദേഹത്തിന്റെ താക്കീതുകൾ മുഖവിലൊക്കെ എടുക്കാൻ കൂട്ടാക്കുകയോ ചെയ്യാതെ മക്കയിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, മുഹമ്മദ്, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു, നിന്റെ താക്കീതുകളൊക്കെ ഞങ്ങൾ അവഗണിച്ചു, അതിനെ തുടർന്ന് വലിയ ശിക്ഷയുണ്ടാകുമെന്നൊക്കെയാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ശിക്ഷ ഇങ്ങ് പോന്നോട്ടെ, അതങ്ങ് വന്നോട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു ഭയവുമില്ല. നീ താക്കീത് ചെയ്യുന്ന ശിക്ഷ അങ്ങ് നടപ്പിലാക്കിക്കോളൂ എന്നാണ്
വളരെ ധാർഷ്ട്യത്തോടു കൂടി അവർ പറയുകയുണ്ടായത്. എന്നാൽ ഇതേ ആളുകൾ ശിക്ഷ കൺമുന്നിൽ കാണുകയാണെങ്കിൽ ഞങ്ങൾക്കൊരല്പം സമയം നീട്ടിക്കിട്ടുമോ എന്നാണ് ചോദിക്കുക എന്ന കാര്യം തൊട്ടു മുമ്പിലെ ആയത്തിൽ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം അള്ളാഹു ആ സമൂഹത്തോട് ചോദിക്കുകയാണ്, കൂട്ടരെ, ഇതാണ് വസ്തുത എന്നിരിക്കെ നിങ്ങള് നമ്മുടെ ശിക്ഷ വന്നു ചേരാനാണോ ധൃതിപ്പെടുന്നത്? നിങ്ങളുടെ സംസാരാവിധത്തിലാണല്ലോ, നിന്റെ താക്കീത് ശിക്ഷയെ കുറിച്ചുള്ളതാണല്ലോ. ആ ശിക്ഷ അങ്ങ് വന്നോട്ടെ. ഞങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞല്ലോ, നിന്നെ നിഷേധിച്ചല്ലോ, നിന്നെ അവഗണിക്കുകയുണ്ടായല്ലോ. എന്നാ പിന്നെ നീ പറയുന്ന ആ താക്കീത് ചെയ്യുന്ന ശിക്ഷ അങ്ങ് വന്നോട്ടെ. ഇതായിരുന്നു അവരിൽ പലരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അപ്പൊ ആ ഒരു സംഗതിയോട് പ്രതികരിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ശിക്ഷ കൺമുന്നില് കാണാൻ ഇടയാകുമ്പോ ഇവരുടെ സംസാരം ഇതൊന്നും ആവില്ല. അവര് പറയാ, ഹൽ നഹ്നു മുൻളറൂൻ, ഞങ്ങൾക്ക് ഒരല്പം സമയം നീട്ടിത്തരികയില്ലേ എന്നതാണ് അവര് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർ കേഴുന്ന ഒരു കാര്യം. ഇതാണ് വസ്തുത എന്നിരിക്കെ തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, അഫബി അദാബിന യസ്തഅ്ജിലൂൻ, വസ്തുത ഇതാണ് എന്നിരിക്കെ നമ്മുടെ ശിക്ഷ വന്നു ചേരാൻ വേണ്ടിയാണോ ഇവര് ധൃതി കാണിക്കുന്നത്, ഇവര് അജലത്ത് കാണിക്കുന്നത്? അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ, അഫറഅയ്ത്, എന്താ നിന്റെ അഭിപ്രായം, നിനക്കെന്ത് തോന്നുന്നു? ഇൻ മത്തഅനാഹും സിനീൻ, നാം അവർക്ക് വർഷങ്ങൾ തന്നെ സുഭിക്ഷത ഉള്ള ജീവിതം അനുവദിച്ചു എന്ന് വെക്കുക. സുഖലോലുപതയിലും സന്തോഷത്തിലും അവരുടെ സുഖാനന്ദങ്ങളിലും മുഴുകിക്കൊണ്ട് വർഷങ്ങൾ കഴിയാൻ നാം അവരെ അനുവദിച്ചു എന്ന് തന്നെ വെക്കുക. സുമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ, എന്നിട്ട് അതിനെ തുടർന്ന് ഏതൊരു കാര്യമാണോ അവരോട് താക്കീതായി പറയപ്പെട്ടിരുന്നത് ആ കാര്യം വന്നു ചേരുന്നു എന്നും സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് പകരം 60, 80, 90 വർഷങ്ങള് വളരെ സുഭിക്ഷതയിലും സന്തോഷാനന്ദങ്ങളിലും ഒക്കെ ആയിട്ട് കഴിയാൻ നാം അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് വെക്കാം. ജീവിതത്തിലുടനീളം അവര് നിഷേധത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതിനെ തുടർന്ന് അവർക്ക് താക്കീതായി അറിയിക്കപ്പെട്ടിരുന്ന ശിക്ഷ, ആ ഒരു സംഗതി സുദീർഘമായ ഒരു ജീവിതം കഴിഞ്ഞതിന് ശേഷം അവരെ തേടി ആ ശിക്ഷ വരികയാണ് എന്ന് വെക്കുക. എന്തെങ്കിലും ഗുണം അവർക്കുണ്ടോ അതുകൊണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഉമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ, അവർക്ക് താക്കീതായി അറിയിക്കപ്പെട്ടിരുന്ന കാര്യം പിന്നീട് അവരിൽ വന്നു ചേരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാ അഗ്നാ അൻഹും, മാ അഗ്നാ അൻഹും, അവർക്ക് എന്ത് പ്രയോജനമുണ്ട്? മാ കാനൂ യുമത്തഊൻ, അവരനുഭവിപ്പിക്കപ്പെട്ടിരുന്ന സുഖാഡംബരങ്ങളുടെയും ആനന്ദങ്ങളുടെയും കാരണമായിട്ട് അവർക്ക് എന്ത് പ്രയോജനമുണ്ട് അപ്പോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ ഇവര് കരുതുന്ന പോലെ ഒരല്പം ആയുസ് നീട്ടിക്കൊടുത്തു, അവർക്ക് സുഭിക്ഷതയിലും ക്ഷേമത്തിലും ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ദീർഘമായ ഒരു കാലം ജീവിക്കാൻ അവസരം ഉണ്ടായി എന്നത് അവരുടെ അന്ത്യമടുക്കുമ്പോ, അവരെ തേടി ദൈവിക ശിക്ഷ വരുമ്പോ അവർക്ക് എന്ത് പ്രയോജനം ചെയ്യും എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഒരു പ്രയോജനവും അവർക്ക് അതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നും ഈ ആയത്തുകളെ അതിന്റെ ഘടനാപരമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ആളുകൾ അപ്രതീക്ഷിതമായിട്ട് ശിക്ഷ വന്നു ചേരുമ്പോ താക്കീത് ചെയ്യപ്പെട്ട ദൈവിക നടപടി നടപ്പിലാകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരല്പം സമയം നീട്ടി തന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചു പോവുക. അങ്ങനെയാണ് അവർ പറയുക. എന്നാൽ അവര് സാധിച്ചിരുന്ന ഘട്ടത്തിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ നിഷേധിക്കുകയും അദ്ദേഹം താക്കീത് ചെയ്തുകൊണ്ടിരുന്ന വിധത്തിലുള്ള ദൈവിക നടപടി അങ്ങുണ്ടായിക്കോട്ടെ എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറയുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അള്ളാഹു ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദ്യം.
എന്ത് കരുതുന്നു പ്രവാചകരെ താങ്കൾ? ഇമ്മത്തഅനാഹും സിനീൻ, അവർക്ക് നാം സുഭിക്ഷതയുടെയും ക്ഷേമത്തിന്റെയും കുറെ വർഷങ്ങൾ കൂടി നൽകി എന്ന് വെക്കുക. ഉമ്മ ജാഅഹും, പിന്നെ അതിനെ തുടർന്ന് അവരെ തേടിയെത്തുന്നു മാക്കാനു യുഅദൂൻ, അവരെന്തിനെ കുറിച്ചാണോ ത്വാക്കീത് ചെയ്യപ്പെട്ടിരുന്നത് അത്, ആ ശിക്ഷ, ആ ദൈവിക നടപടി, അത് അവരെ തേടിയെത്തുന്നു എന്ന് വെക്കുക. ദീർഘമായൊരു കാലം ജീവിക്കാൻ അവസരം കിട്ടിയതിന് ശേഷമാണ് അവരെ ദൈവിക നടപടി തേടിയെത്തുന്നത് എങ്കിൽ മാക്കാനു യുമത്തഊൻ, എന്താണോ അവർ ആസ്വദിപ്പിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. ഭൗതിക ജീവിതമാണ് ജീവിതം, അതല്ലാത്തൊരു ജീവിതവും ഇല്ല എന്ന് സങ്കല്പിക്കുന്ന ആളുകളുടെ ആ സങ്കല്പമാണ് ശരിയെങ്കിൽ ഇങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തത് കൊണ്ടൊക്കെ ഗുണമുണ്ടാവും. എന്നാൽ ഭൗതിക ജീവിതം വളരെ നിസ്സാരമായതും മരണാനന്തരം മനുഷ്യന് കാത്തിരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നും ആണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതാണ് വസ്തുത എന്നിരിക്കെ ഈ ആളുകള് ഒരല്പം ആയുസ് നീട്ടി കിട്ടി അവർക്ക് എങ്കിൽ എന്ത് പ്രയോജനമുണ്ട് അതുകൊണ്ട്? വളരെ ചുരുങ്ങിയ ഒരു കാലം അവര് കുറച്ചുകൂടി സുഭിക്ഷതയിൽ കഴിയാൻ പറ്റി എന്നതല്ലാതെ ഈ ദൈവിക നടപടിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ എന്ത് വിധത്തിലാണ് അത് പ്രയോജനം ചെയ്യുക എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ, അവർക്ക് ഒരു നിലക്കും പ്രയോജനം ചെയ്യുകയില്ല. അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കപ്പെട്ടിരുന്ന ആ സുഖാനന്ദത്തിന്റെ ജീവിത വിഭവങ്ങളും അവസരങ്ങളും ഒന്നും തന്നെ. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ, എന്നിട്ട് അല്ലാഹു തന്റെ ഒരു നയം എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ്. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, നാം ഒരു നാടിനെയും ഒരു ഭൂപ്രദേശത്തിനെയും ഒരു ഗ്രാമത്തെയും ഒരു പട്ടണത്തെയും നാം നശിപ്പിക്കുകയുണ്ടായിട്ടില്ല. ഇല്ലാ ലഹാ മുൻദിറൂൻ, അവർക്ക് അതിനു മുമ്പായിട്ട് താക്കീതുകാരൻ വന്നതിന് ശേഷമല്ലാതെ, താക്കീത് നൽകപ്പെട്ടതിന് ശേഷം മാത്രമേ ദൈവിക നടപടി ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. താക്കീതുകാരായിട്ട് ചിലർ അവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ വ്യക്തമായി അവരോട് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. താക്കീതുകളെ പ്രവാചകന്മാരും ദൈവിക സന്ദേശം കേൾപ്പിക്കുന്ന ആളുകളും അവർക്ക് താക്കീത് നൽകിയതിന് ശേഷം മാത്രമാണ് ഏതൊരു നാടിനെയും നാം നശിപ്പിക്കുകയുണ്ടായിട്ടുള്ളത് എന്നതാണ് അള്ളാഹു കൂടെ വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ താക്കീത് പ്രവാചകന്മാർ മുഖേനയും പ്രവാചകന്മാരുടെ സന്ദേശം ജനങ്ങളെ കേൾപ്പിക്കുന്ന ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുഖേനയും കേൾപ്പിക്കപ്പെട്ട് താക്കീത് നൽകപ്പെട്ട അവസ്ഥയിലല്ലാതെ ഒരു നാടിന്റെ മേലും നാം ഒരു നടപടിയും സ്വീകരിക്കുകയുണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഒമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, നാം ഒരു ഖറിയത്തിനെയും നശിപ്പിക്കുകയുണ്ടായിട്ടില്ല. ഇല്ലാ ലഹാ മുൻദിറൂൻ, അവർക്ക് താക്കീതുകാരുണ്ടായിട്ടല്ലാതെ. അപ്പോ ദൈവിക നടപടി ഉണ്ടാവുന്നത് താക്കീതുകളെ കാറ്റിൽ പറത്തി അതിനെ അവഗണിച്ച് ധാർഷ്ട്യത്തോടുകൂടി നിലപാട് സ്വീകരിക്കുന്നവരുടെ നേരെയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. എന്താണ് ഈ മുൻതിറുകൾ, താക്കീതുകാര് താക്കീത് ചെയ്തിരുന്നത്? ദിക്റ, അത് ദൈവികമായ ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്. ദിക്റ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദിക്റ താക്കീതായിട്ട് ദൈവികമായ സത്യപ്രബോധനവും ഉത്ബോധനവും അവരെ താക്കീതായി കേൾപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത് പട്ടണത്തിന്റെ അല്ലെങ്കിൽ ഏത് ഖറിയത്തിന്റെ മേലും നാം നടപടി സ്വീകരിക്കുകയുണ്ടായിട്ടുള്ളത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വമാകുന്ന ളാലിമീൻ, നാം ഒരിക്കലും തന്നെ അക്രമം ചെയ്യുകയായിരുന്നില്ല. ഒരു താക്കീതുമില്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ദൈവിക സന്ദേശം കേൾപ്പിക്കാനൊന്നും ഒരു നടപടിയും സ്വീകരിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് അള്ളാഹു ഒരു നാടിനെയും പിടികൂടുകയുണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു ളുൽമ് അള്ളാഹു ആരോടും ചെയ്തിട്ടില്ല. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദിക്റ, ഈ സത്യപ്രബോധനം, ദൈവികമായ ഉത്ബോധനം, അത് മുൻതിറുകളായ പ്രവാചകന്മാരും താക്കീത് നൽകാൻ ദൗത്യം ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളും ഒക്കെ നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് ഏത് നാടിന്റെ മേലും നടപടി ഉണ്ടായിട്ടുള്ളത്. വമാ കുന്ന ളാലിമീൻ, നാം ആരോടും അക്രമം ചെയ്യുന്നവൻ ആയിട്ടേ ഇല്ല. വമാ കുന്ന ളാലിമീൻ, നാം ഒരു നിലക്കും ഒരു കൂട്ടരോടും ളുൽമ് ചെയ്യുകയുണ്ടായിട്ടില്ല. വമാ തനസ്സലത്ത് ബിഹി ശയാത്തീൻ, ഇനിയിപ്പോ നിങ്ങൾക്ക് താക്കീതായി നൽകപ്പെടുന്ന ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹ്വയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ, അതിനെക്കുറിച്ച് നേരത്തെ ചില സൂചനകൾ നടത്തിയിട്ടുള്ളതാണ്. അള്ളാഹു പ്രപഞ്ചങ്ങളുടെ നാഥൻ അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശമാണിത്. റൂഹുൽ അമീനാണ് അത് താങ്കളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് വീണ്ടും ഒരു പരാമർശം നടത്തുകയാണ് അല്ലാഹു. വമാ തനസ്സലത്ത് ബിഹി അശ്ശയാത്തീൻ, ഇത് പിശാചുക്കള് കൊണ്ടുവന്ന് തന്നതല്ല, പിശാചുക്കൾ അവതരിപ്പിച്ച ഒരു കാര്യമല്ല ഇത്. ഇത് ഇറക്കി കൊണ്ടുവന്നത് ഷയാത്തീന്മാരല്ല. ഒരിക്കലും തന്നെ ഷയാത്തീന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതോ അവർ ചെയ്യുന്നതോ ആയ ഒരു സംഗതിയല്ല ഇത്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഉള്ളടക്കം പരിഗണിക്കുമ്പോൾ ദൈവികമായ ഒരു സന്ദേശം നൽകപ്പെടുന്ന പ്രക്രിയയിലൂടെ അല്ലാതെ ഇങ്ങനെ ഒരു സന്ദേശം ഒരാളിലേക്കും എത്തുകയില്ല. കാരണം അതൊരു സമൂഹത്തെ സംസ്കരിച്ച് ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റുന്ന, സുഹൃതം ചെയ്യുന്ന ആളുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയക്ക് തുടക്കമിടാൻ ഉപകരിക്കുന്ന ആശയങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പിശാചുക്കള് അങ്ങനെ നന്മയുടെ ആളുകളായിട്ട്, നന്മ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് അങ്ങനെ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നവരായി രംഗത്ത് വരില്ല. അത് അവർക്ക് അഭികാമ്യമല്ല, അവരതൊരിക്കലും ചെയ്യുകയില്ല. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വാചകങ്ങള്, ഈ ദൈവിക വചനങ്ങള് പിശാചുക്കളായ ജിന്നുകള് അദ്ദേഹത്തെ പിടികൂടിയത് കൊണ്ടാണ് അദ്ദേഹം ജിന്ന് ബാധ ഉള്ളവനായി അല്ലെങ്കിൽ സിഹ്ർ ബാധിച്ചവനായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന വാദമാണ് മക്കയിലെ പലരും ഉന്നയിക്കുകയുണ്ടായത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇക്കാര്യം വമാ തനസ്സലത്ത് ബിഹി അശ്ശയാത്തീൻ, ഒരിക്കലും തന്നെ ഇത് പിശാചുക്കൾ അവതരിപ്പിച്ച ഒരു സംഗതിയല്ല, പിശാചുക്കള് ഇറക്കിക്കൊണ്ടുവന്ന ഒരു കാര്യമല്ല ഇത്. വമാ യംബഗി ലഹും വമാ യസ്തതിഊൻ, അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ അവർക്ക് സാധ്യമല്ല, അങ്ങനെ ഒരു സംഗതി അവർക്ക് അഭികാമ്യവുമല്ല. പിശാചുക്കളുടെ ദുഷ്ടപ്രകൃതം വെച്ച് വിലയിരുത്തുമ്പോ ഇത്രയും ഉത്കൃഷ്ടമായ വാക്യങ്ങൾ അടങ്ങിയ ഒരു സന്ദേശം അത് ഒരിക്കലും തന്നെ പിശാചുക്കള് വാനലോകത്തുനിന്ന് ഭൂലോകത്തേക്ക് ഇറക്കി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുക്കുകയില്ല. അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ അവർക്ക് സാധിക്കുകയുമില്ല. വമായസ്തതിയോ, പിശാചുക്കളുടെ ശൈത്താന്മാരുടെ പ്രകൃതത്തിന് ചേരുന്ന ഒരു സംഗതിയല്ല ഇത്. സമൂഹത്തിൽ വല്ല ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ ആവേശത്തില് അതിനു വേണ്ടി രംഗത്ത് വന്നു എന്ന് വരും. പക്ഷെ സമൂഹത്തിൽ നന്മ ഉണ്ടാക്കിയെടുക്കുന്ന, സമൂഹത്തെ സംസ്കരിക്കുന്ന, അവരെ ഉത്തമരായ മനുഷ്യരാക്കി മാറ്റുന്ന ഈ സന്ദേശം അതൊരിക്കലും തന്നെ പിശാചുക്കള് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നത് അവരുടെ പ്രകൃതത്തിന് യോജിക്കുന്നതല്ല. വമായസ്തതിഊൻ, അങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് സാധ്യവുമല്ല. ഇന്നഹും അനിസ്സംഇ ലമഅ്സൂലൂൻ, തീർച്ചയായിട്ടും അവര് അത് കേൾക്കുന്നതിൽ നിന്ന് തന്നെ തടയപ്പെട്ടിരിക്കുകയാണ്, അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ലമഅ്സൂലൂൻ എന്ന് പറഞ്ഞാൽ അവര് അകറ്റി നിർത്തപ്പെട്ടവരാണ്. അനിസ്സംഇ, ഈ വേദവാക്യം കേൾക്കുന്നതിൽ നിന്ന്. അപ്പൊ അള്ളാഹു
ജിബ്രീൽ അലൈഹിസ്സലാമിന് കൈമാറി. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഇറക്കി വെച്ച ഈ കാര്യം മനുഷ്യരാദ്യമായിട്ട് കേൾക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹ്വയിലൂടെയാണ്. അതിനിടക്ക് ആരെങ്കിലും കയറി ഇടപെടാൻ ഒരു സ്പേസും ഒരവസരവും ഇല്ല. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് നൽകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ ഈ സൂറത്തില് പിന്നിട്ട ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അത് ഇറക്കി വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനപ്പാഠം പഠിക്കാൻ വേണ്ടി ഈ ആയത്തുകള് മനപ്പാഠം പഠിക്കാൻ വേണ്ടി ഒരിക്കൽ പോലും മാറിയിരുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നേ ഇല്ല. ഒരിടത്തും ഒരു പരാമർശവും കാണുന്നില്ല. 600 ചില്ലാനം പേജുകളുള്ള ഈ ഒരു ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തില് നിരന്തരം പാരായണം ചെയ്ത് അവരെ കേൾപ്പിച്ചിരുന്നതാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആൻ എന്ന നിലക്ക് അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഒരിക്കൽ പോലും അത് ഹൃദിസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതായിട്ട് നമ്മൾ ചരിത്രത്തിന്റെ ഒരു സ്രോതസ്സിലും കാണാൻ സാധിച്ചിട്ടില്ല. എവിടെയും കാണൂല. ആരും അങ്ങനെയൊന്ന് പരാമർശിക്കുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലാണ് മലക്ക് ജിബ്രീൽ ഇത് ഇറക്കുകയുണ്ടായത്. അതിനിടക്ക് പിശാചുക്കൾ അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് പിന്നെ ശൈത്താന്മാരാണ് അത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംഗതികൾ നിങ്ങൾ വൃഥാ പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാചുക്കളുടെ പ്രകൃതത്തിന് യോജിച്ച ഒരു സംഗതിയല്ല ഇത്. ഇത് ഏറ്റവും ഉത്കൃഷ്ടമായ നന്മയാണ്. മനുഷ്യരെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളാക്കി മാറ്റാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള സന്ദേശമാണ്. ഈ ഒരു സന്ദേശം കൈമാറുക എന്നത് ഒരിക്കലും തന്നെ പിശാചുക്കളുടെ പ്രകൃതത്തിന് ചേരുന്നതല്ല. ഇനി അവര് വേണമെന്ന് കരുതിയാൽ പോലും ലാ യസ്തതിഊൻ വമാ യസ്തതിഊൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല ചെയ്യാൻ. ഇന്നഹും അനിസ് സമഇ ലമഅസൂലൂൻ. കാരണം അത് കേൾക്കുന്നതിൽ നിന്ന് തന്നെ അവര് അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. മഅസൂലൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നഹും അനിസ് സമഇ ലമഅസൂലൂൻ. അത് കേൾക്കാൻ പോലും അവസരമില്ലാത്ത വിധത്തില് പിശാചുക്കളെ അല്ലാഹു അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പിശാചുക്കളാണ് നബിക്ക് ഇത് തോന്നിപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്ന വിധത്തില് മക്കയിലെ മുശ്രിക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്ന് ബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ഈ പറയപ്പെടുന്ന പിശാചുക്കള് ഒരിക്കലും തന്നെ അത് കേൾക്കുകയുണ്ടായിട്ടില്ല. അവർക്കത് പറയാനോ പഠിപ്പിക്കാനോ സാധ്യമല്ല. അങ്ങനെ അവരുടെ പ്രകൃതത്തിൽ അത് അങ്ങനെ ഒരു അതിനോട് അവരുടെ പ്രകൃതത്തിനോട് യോജിക്കുന്ന ഒരു കാര്യവുമല്ല ഇത് എന്ന കാര്യം മാത്രമല്ല, ഇത് അവതരിപ്പിക്കപ്പെടുന്ന പ്രക്രിയയിൽ എപ്പോഴെങ്കിലും അതൊന്ന് കേൾക്കാൻ പോലും അവർക്ക് അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ സൂറത്ത് ശൂറന്റെ അവസാന ഭാഗത്തുള്ള ഏതാനും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ അർത്ഥഗാംഭീര്യമുള്ള സാരസമ്പുഷ്ടമായ സംഗതികളാണ്. ജിന്നുകൾക്കോ പിശാചുകൾക്കോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സംഗതി മനുഷ്യനായിട്ട് കൊണ്ടുകൊടുക്കാൻ സാധിക്കില്ല. ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ജിത്തമാഴത്തിൽ ഇൻസു വൽ ജിന്നു അല അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ ജിന്നുകളോ മനുഷ്യരോ കൈകോർത്താൽ പോലും ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു സംഗതി കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറ, മനുഷ്യരും ജിന്നുകളും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും കഴിയുകയില്ല. അതുപോലെ സൂറത്ത് യൂനുസിൽ മറ്റൊരു കാര്യം പറയുന്നത് കാണാം: ഖുൽ ഫഅ്തു ബിസൂറത്തിൻ മിസ്ലി, പറയുക പ്രവാചകരെ, എങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ. വദൂ മനിസ്തതഅ്തും മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിളിച്ചോളൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ
സത്യസന്ധതയോടുകൂടി ഗൗരവത്തിലാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നതെങ്കിൽ ആരുടെ സഹായം വേണമെങ്കിലും സ്വീകരിച്ചോളൂ, എന്നിട്ട് ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തായാലും ഈ സൂറത്തുകളുടെ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങളുടെ അവതരണത്തിന്റെ പ്രക്രിയയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി അതിലിടപെട്ടു എന്നിട്ട് അതിനെ ഏതെങ്കിലും വിധത്തില് മലിനമാക്കി എന്നൊക്കെ ആരെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കേവലം സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഒരു സംഗതി, ആ സംഗതിയിൽ ഇടപെടാൻ പിശാചുക്കൾക്ക് അവസരമില്ല. അവർ അകറ്റി നിർത്തപ്പെട്ടവരാണ്. അവരുടെ പ്രകൃതത്തിന് ഇങ്ങനെ ഒരു സന്ദേശവുമായിട്ട് വരിക എന്നത് യോജിച്ചതല്ല. മൂന്നാമത് അവർക്ക് അങ്ങനെ ഒരു സംഗതി സാധ്യവുമല്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.